വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതൽ ലാഭം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആളുകൾ സോളാർ സ്ഥാപിക്കുന്നത്. പക്ഷേ KSRCയുടെ പുതിയ നയങ്ങൾ അനുസരിച്ച് ഈ സോളാർ സ്ഥാപിച്ചവർക്ക് ഇത് ഇരട്ടി ബാധ്യതയായി മാറുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം കൂടെ വരുന്നുണ്ട്. നമുക്കൊപ്പം ഈ സോളാർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തേജസ് ബാബു എന്ന വ്യക്തിയാണ് ചേരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചാണ് പലരും സോളാർ സ്ഥാപിക്കുന്നത്. പക്ഷേ പുതിയ നയം എന്താണ്? അതിലെന്തൊക്കെ പ്രശ്നങ്ങളാണ് ആളുകൾക്ക് വരാൻ പോകുന്നത്? KSRC പുതിയ ഒരു റെഗുലേഷൻ ഇറക്കാൻ ഉദ്ദേശിച്ച് അതിൻ്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ ഇവർ പറയുന്നത് പ്രധാനമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെയും ഇനി സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നതിനെയും ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പുതിയ വ്യാപനത്തെ, അതായത് സോളാറിൻ്റെ വ്യാപനത്തെ തീർത്തും തടയിടുന്ന ഒരു മോഡലിലാണ് അവർ പുതിയ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നവർക്ക് വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലൊക്കെ സോളാർ ചെയ്തിരിക്കുന്ന ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നിയമം, ചെയ്തതിന് ശേഷം വേറൊരു നിയമം എന്നുള്ള നിലയിലേക്ക് വരുന്നത് തികച്ചും അധാർമികമാണ്. അപ്പം നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ₹1 അവർ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന രീതിയിൽ വാങ്ങണമെന്നാണ് പുതിയ റെഗുലേഷൻ പറയുന്നത്. ഇത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ്. അപ്പം പല ആളുകളും ലോൺ എടുത്തിട്ടും ഇപ്പം സോളാറിന് അത്രയും പ്രൊമോഷൻ വരുന്ന ഈ കാലത്ത് ലോണുകൾ ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്നു, വളരെ ലെസർ പ്രൊസീജിയറിൽ കിട്ടുന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യം ഇത് പൂർണ്ണമായും സോളാർ വെക്കുന്നതിന് ഒരാളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ നിയമങ്ങൾ മാറും. ലോകമെമ്പാടും നമ്മൾ നോക്കിയാൽ എല്ലാ ഭരണകൂടങ്ങളും എല്ലാ നാട്ടിലും സോളാർ എങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം അതിനുള്ള പുതിയ നിയമങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നേരെ തിരിച്ച് എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളൊരു നിലയിലേക്ക് വരുന്നത് ഇത് വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, മന്ത്ലി ബില്ല് ഓഫ്സെറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഉള്ള രീതിയിൽ ആനുവലിയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അതായത് ഒരു മാസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുക. അത് അടുത്ത മാസം ക്യാരി ഓവർ ചെയ്ത് മാർച്ച് മാസം വരെ നമുക്ക് ഉപയോഗിച്ച് ബാലൻസ് അന്നേ സെറ്റ് ചെയ്യുള്ളൂ. ഇത് എല്ലാ മാസവും സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള പ്രവാസികൾ അധികമുള്ള സ്ഥലങ്ങൾ പല പ്രവാസികളും സോളാർ ചെയ്യുന്നത് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അവരില്ലാത്ത സമയങ്ങളിൽ അവരുടെ ബാങ്കിൽ സൂക്ഷിക്കാനോ ഇതിനെ പൂർണ്ണമായും അവരുടെ ഐഡിയയെ കംപ്ലീറ്റ്ലി തകർക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും? ഒരു ഹിയറിംഗ് നടക്കുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ടോ? കോഴിക്കോടുള്ള ഹിയറിംഗ് നാളെയാണ്. നാളെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിനടുത്തുള്ള സിറ്റി ഹാളിൽ വെച്ചിട്ടാണ് KSRC ഒരു പബ്ലിക് ഹിയറിംഗ്, ഫിസിക്കൽ ഹിയറിംഗ് നടത്തുക. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ KSRC ഇത് ഓൺലൈൻ ഹിയറിംഗ് വെച്ച് ഓൺലൈൻ ഹിയറിങ്ങിലൂടെ മാത്രം കേട്ട് ഈ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ ഇതിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി അതിൻ്റെ വാദിച്ച് അതിനകത്ത് നേടിയെടുത്ത ഒരു അവസരമാണ്. അപ്പോൾ എല്ലാ പ്രൊസ്യൂമേഴ്സും ഇനി സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നാളെ 10 മണിയോടുകൂടി ഈ സിറ്റി ഹാളിൽ വന്ന് ഈ വേദിയിൽ നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. അപ്പം അവിടെ വന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പറയാവുന്നതാണ്. ഇതിൽ ഒരു കാര്യം കൂടെ, വലിയ കമ്പനികൾ സോളാർ ഉപയോഗിച്ചിട്ടുണ്ട്, സാധാരണ വീടുകളിലും സോളാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലെ പ്രതിസന്ധിയിലാകുന്ന നിയമങ്ങളാണ്. അത് വ്യവസായ സ്ഥാപനങ്ങളായിക്കോട്ടെ ചെറിയ വീടുകളായിക്കോട്ടെ എല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് മീറ്ററിങ് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, 3 കിലോവാട്ടിന് മുകളിലേക്ക് നെറ്റ് മീറ്ററിങ് അവൈലബിൾ അല്ല. 3 കിലോവാട്ടിന് മുകളിൽ 5 കിലോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിങ് വേണമെങ്കിൽ നമ്മൾ വളരെ വില കൂടിയ ബാറ്ററി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് ടെക്നിക്കലി പല ഇഷ്യൂസും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി പല പ്രോബ്ലംസും ഉണ്ട്. ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന പീക്ക് സമയത്തെ എനർജി സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇതിലൂടെ നടക്കുമോ? കാരണം എല്ലാ വീട്ടുകാരും പീക്ക് സമയത്ത് എക്സ്പോർട്ട് ചെയ്യുമോ? ഇതൊക്കെ ടെക്നിക്കലി, കാരണം അതിൻ്റെ കൺട്രോൾ KSBക്ക് ഇല്ലല്ലോ ഒരു വീട്ടിൽ വെച്ച ബാറ്ററിക്ക്. അപ്പം ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്തൊരു RTI ഫയൽ ചെയ്തിരുന്നു. ഈ നിയമം ഉണ്ടാക്കിയ ഈ ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡിസ്കഷൻ പേപ്പർ ഉണ്ടായിരുന്നു. ഈ ഡിസ്കഷൻ പേപ്പറിൻ്റെ പുറകിൽ ഒരു ടെക്നിക്കൽ സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡി നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അത് KSRCയുടെ കയ്യിലില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തികച്ചും ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നിയമമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുള്ളത്, ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ ചെയ്തൊരു വീട്ടിൽ പീക്ക് സമയത്ത്, അതായത് വൈകുന്നേരം 6 മുതൽ 10 വരെ ഉപയോഗിക്കുന്ന 67% മാത്രമേ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കറണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊരു സാധാരണക്കാരന് 100% ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാം സോളാർ ചെയ്യുന്നത് ഒരു തെറ്റാണോ എന്നുള്ള ഒരു ഇതിലേക്ക് ഒരാളെ ചിന്തിപ്പിക്കുന്ന രീതിയിലല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ലോകം പോകുന്നത് നമുക്ക് 100% സോളാറോ അല്ലെങ്കിൽ മറ്റ് റിന്യൂവബിൾ സോഴ്സോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം
ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ സോളാറിലോ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ഇവരെ നിരുത്സാഹപ്പെടുത്തരുതാണ്. സാധാരണ വൈദ്യുതി ഉപയോഗിക്കുന്നതും സോളാർ ഉപയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വരും. ഇൻഫാക്റ്റ് സോളാർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ആ ഒരു ഇതിനൊരു ഫിനാൻഷ്യൽ വയബിലിറ്റി ഇല്ലേ, അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. അതായത് ഇപ്പം ഇങ്ങനെ കുറേ നിയമങ്ങൾ വരുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു ആശങ്ക വരും, ഞങ്ങൾ സോളാർ വെച്ചാൽ പ്രശ്നമാവുമോ എന്നുള്ളത്. അപ്പോൾ അതൊരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് വരുന്നത്. തീർച്ചയായും സോളാറുമായി ബന്ധപ്പെട്ട KSRC നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള നടപടികൾ, അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.